നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ കുറിച്ച് പറയാൻ താൻ പ്രവാചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പിടിക്കപ്പെട്ടവരെയും ജയിലിൽ കഴിയുന്ന CPIM നേതാക്കളെയും പാർട്ടിയെയും സർക്കാരും സംരക്ഷിക്കുകയാണെന്നും സണ്ണി ജോസഫ്. സംസ്ഥാന ടൂറിസം വകുപ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ പുലിക്കളിക്ക് ധനസഹായം നൽകാൻ വൈകുന്നത് ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയെന്ന് കേന്ദ്രമന്ത്രി. മാധ്യമങ്ങൾ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തുന്നതെന്നും അത് പഠിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഭയമെന്നും കേന്ദ്രമന്ത്രി. കുങ്കിയാനകൾ മടങ്ങിയതോടെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. കഴിഞ്ഞ ദിവസം ഇരുമ്പുപാലം ഫോറസ്റ്റ് ഓഫീസിനു സമീപമാണ് ഒറ്റയാൻ ഇറങ്ങിയത്. മൃഗശല്യം മൂലം നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായി മൃഗങ്ങളുടെ കഴുത്തിൽ റിഫ്ലക്ടർ കോളർ ഘടിപ്പിക്കുമെന്ന് JCI. വർക്ക്ഷോപ്പിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ദേശമംഗലം മേലെ തലശ്ശേരി സ്വദേശി അത്താണിക്കൽ മുഹമ്മദ് ഫാരിസ്. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ കുറിച്ച് പറയാൻ താൻ പ്രവാചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിടിക്കപ്പെട്ടവരെയും ജയിലിൽ കഴിയുന്നവരുമായ CPIM നേതാക്കളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുകയാണെന്നും സണ്ണി ജോസഫ് തൃശൂരിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇതുവരെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെയും പോലീസ് തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതി ഇടപെടലിൽ SIT അന്വേഷണം നടത്തിയിട്ടും ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ടവരും ജയിലിൽ കഴിയുന്നവരുമായ CPIM നേതാക്കളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിലല്ല രാഹുൽ ഇരുന്നത്. രാഹുലിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയെക്കുറിച്ച് താനും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിനെക്കുറിച്ച് പറയാൻ താൻ പ്രവാചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. MLA സ്ഥാനത്തെ രാജി തീരുമാനിക്കേണ്ടത് രാഹുൽ തന്നെ. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഭരണകക്ഷി MLA ആയി ഭരണഘടനാ ബെഞ്ചിൽ ഇരുന്ന് പ്രസംഗിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്നതും അലട്ടുന്നതുമായ വിഷയം ശബരിമലയിലെ സ്വർണ്ണ മോഷണമാണ്. ആ സ്വർണ്ണമോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായിട്ടുള്ള പ്രതികളിലേക്ക് ഇനിയും എത്താനോ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ട പ്രതികളിൽ CPIMൻ്റെ ഉന്നത നേതാക്കന്മാരുണ്ട്. ജയിലിൽ കഴിയുന്ന CPIM നേതാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയും ഗവൺമെൻറ്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഭരണകക്ഷി MLA ആയിട്ട് ഭരണകക്ഷി ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമില്ല. നിയമസഭയിൽ പങ്കെടുക്കുന്നതിനും അദ്ദേഹത്തിന് തടസ്സമില്ല. വീക്ഷണം കോൺഗ്രസിൻ്റെ മുഖപത്രമാണെന്നും അതിൽ വരുന്ന ലേഖനങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കും. കണ്ണൂർ, കാസർഗോഡ് എംപിമാർ സംസാരിക്കുന്ന വാക്കുകളിൽ ചെറിയ വ്യത്യാസം മാത്രം. അവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളും പ്രാസംഗികരുമാണ്. വ്യക്തിപരമായാണ് വിഷയത്തെ സമീപിക്കുന്നത്. അവർ സംസാരിച്ചപ്പോൾ ഉണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചു വരികയാണ്. ന്യൂസ് സെന്റർ, തൃശൂർ. സംസ്ഥാന ടൂറിസം വകുപ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ പുലിക്കളിക്ക് ധനസഹായം വൈകാൻ കാരണം ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മാധ്യമങ്ങൾ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഭയമെന്നും കേന്ദ്രമന്ത്രി തൃശൂരിൽ പറഞ്ഞു. പുലിക്കളി സംഘങ്ങളുടെ ചെലവ് കണക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകിയിട്ടില്ല. ഓരോ പുലിക്കളി സംഘത്തിനും 3 ലക്ഷം രൂപയായിരുന്നു കേന്ദ്ര സഹായം. ലൂർദ് കത്തീഡ്രലിൽ കിരീട സമർപ്പണത്തിന് മാധ്യമങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നും
പോയത് സ്വകാര്യ ആവശ്യത്തിനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ലൂർദ് പള്ളിയിലേക്ക് നേതാക്കളെയും ക്ഷണിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ലൂർദ് മാതാവിന്റെ പള്ളിയിൽ ഞാൻ അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഞാനും എന്റെ കുടുംബവുമാണ് പോകുന്നത്. എന്റെ വാടക വീടിന്റെ ഉടമസ്ഥൻ സുജിത്താണ് അത് വിളിച്ച് ഓർഗനൈസ് ചെയ്യുന്നത്, പാർട്ടിയല്ല. അനീഷും പാർട്ടിക്കാരും അവിടെ വന്നെങ്കിൽ അത് അവരുടെ ഇഷ്ടം. ഞാൻ അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഞാനൊരു നേർച്ച നടപ്പിലാക്കാൻ പോവുകയാണ്. അവിടെ വന്ന് എന്തോ ഒരു സ്കീമിംഗ് ആണ്. ഞാനൊന്നും സംസാരിച്ചില്ല. പള്ളിക്കകത്ത് കയറാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്റെ കുടുംബത്തിന്റെ കാര്യമാണ്, നിങ്ങൾക്ക് ആർക്കും പള്ളിക്കകത്ത് പ്രവേശനമില്ല, ഞാനത് നേർച്ചയാണ് ചെയ്യുന്നത്, അത് പ്രദർശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്ലീസ് നിങ്ങൾ അകത്ത് വരരുതെന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ കോണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, എനിക്കറിയാം. ഇടുവോ? ഇതിനപ്പുറം എന്ത് തെളിവ് വേണം? പിന്നെ അത് ഞാൻ ജനങ്ങളുടെ കാശൊന്നും എടുത്ത് ചെയ്തതല്ല. ഞാൻ ഊരെ ഒടിച്ച് പണിയെടുത്ത് പണത്തിൽ നിന്ന് ചെയ്തതാണ്. അതെന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചടങ്ങാണ്. അടുത്ത ദിവസം അവളുടെ താലികെട്ടാണ് ഗുരുവായൂരിൽ. എല്ലാം ഭംഗിയായി നടക്കണം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അതുപോലും ചോദ്യം ചെയ്ത ഒരു അധമ മാധ്യമ സംസ്കാരമുണ്ടായിരുന്നു. കലിംഗ് സദസ്സിൽ ചോദ്യമുന്നയിച്ച ആനന്ദവല്ലി ചേച്ചിയോട് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ തന്നെയാണ് പറഞ്ഞത്. 300ഓളം സഹകരണ ബാങ്കുകളിൽ അഴിമതികൾ നടന്നിട്ടുണ്ട്. ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വിഷയങ്ങൾ ഇതെല്ലാമാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ചെമ്പ് തോണ്ടി നടന്നവന്മാർ എവിടെ പോയി? കരുവന്നൂരിന്റെ കാര്യത്തിൽ എന്താണ് ആ ആനന്ദവല്ലി ചേച്ചിയോട് കലിംഗിലിരുന്ന് ഞാൻ ചോദിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കണ്ട് പറയും, ആ പണം ഇഡിയുടെ കൈവശമുണ്ട്, 100 ചില്ലാനം കോടിയുണ്ട്, അത് തിരിച്ച് കരുവന്നൂർ ബാങ്കിലേക്ക് സ്വീകരിക്കാൻ കോടതിയിൽ തയ്യാറായി മുഖ്യമന്ത്രിയോട് വരാൻ പറയൂ, കോഓപ്പറേറ്റീവ് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് വരാൻ പറയും. ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത്, അയ്യോ മുഖ്യമന്ത്രിയൊക്കെ ഞങ്ങൾ എങ്ങനെ കാണാനാ, മുഖ്യമന്ത്രിയൊക്കെ എവിടെ പോയി കാണാനാ, അതിനൊക്കെ ഞങ്ങൾക്ക് പറ്റുമോ? അപ്പോൾ ഞാൻ തമാശ രൂപത്തിൽ അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. അതാക്കി വിഷയം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുങ്കിയാനകൾ മടങ്ങിയതിനു പിന്നാലെ കുതിരാനിൽ വീണ്ടും ഒറ്റയാൻ ഇറങ്ങി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഇരുമ്പുപാലം ഫോറസ്റ്റ് സ്റ്റേഷൻ സമീപത്ത് ഒറ്റയാൻ ഇറങ്ങിയത്. ജനവാസ മേഖലയാണ് ഇത്. പ്രദേശത്ത് ആക്രമണ സ്വഭാവം കാണിച്ചു നടന്നിരുന്ന ഒറ്റയാനെ തുരത്താൻ വേണ്ടിയാണ് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചത്. 2 ആഴ്ചയോളം ദൗത്യത്തിന്റെ ഭാഗമായി ആനകൾ കുതിരാനിലുണ്ടായിരുന്നു. ഇന്നലെയാണ് കുങ്കിയാനകൾ വയനാട്ടിലേക്ക് മടങ്ങിയത്. ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങിയതിൽ നാട്ടുകാർക്ക് പ്രതിഷേധവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വർക്ക്ഷോപ്പിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം മേലെ തലശ്ശേരി സ്വദേശി അത്താണിക്കൽ മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു മരണം. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരണം. കഴിഞ്ഞ 3 ദിവസങ്ങളായി 90% തീപ്പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയായിരുന്നു ഫാരിസ്. വടക്കഞ്ചേരി ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഫാരിസിന് കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബൈക്കിൽ നിന്നും തീപ്പൊരി സ്പാർക്കാവുകയും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് നിമിഷനേരം കൊണ്ട് തീ പടർന്ന് ഒരു തീഗോളമായി മാറുകയും ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മൃഗശല്യം മൂലം നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായി മൃഗങ്ങളുടെ കഴുത്തിൽ റിഫ്ലക്ടർ കോളർ ഘടിപ്പിക്കുമെന്ന് JCI ഭാരവാഹികൾ കൂറ്റനാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. JCI കൂറ്റനാടും ജില്ലാ പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിരത്തുകളിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ ഡ്രൈവിംഗിനിടയിൽ കാണാത്തതുമൂലം നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിന് പരിഹാരമായാണ് റിഫ്ലക്റ്റഡ് കോളർ ഘടിപ്പിക്കുന്നത്. തൃത്താല മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. വിജയകരമായതോടെയാണ് പാലക്കാട് നഗരത്തിലും വിവിധ പ്രദേശങ്ങളിലും പദ്ധതി വ്യാപിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതാണ് റിഫ്ലക്റ്റർ, അതായത് രാത്രി കാലങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഉള്ളത് കന്നുകാലികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ നായ്ക്കളുണ്ട്. അപ്പോൾ വാഹനങ്ങൾക്കും മറ്റും ആളുകൾക്കും ഇത്തരത്തിലുള്ള ഇതിനെ കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ളത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റിഫ്ലക്ടറുകൾ കഴുത്തിൽ സ്ഥാപിക്കുക. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നും ആളുകൾക്ക് ഈ ഒരു നിറം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ റിഫ്ലക്ടർ കഴുത്തിൽ അണിയിക്കുക എന്നതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ്. അത് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. JCI എന്ന് പറയുന്ന സംഘടന തന്നെ
ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. JCI കൂറ്റനാട് സെക്രട്ടറി സുഹൈൽ തെൽഹൌസ്, പ്രസിഡന്റ് മീന മേനോൻ, ഫാരിസ് വാസ, കോർഡിനേറ്റർ സുനിൽ കൂഴൂർ, ഷക്കി TP എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വള്ളത്തോൾ നഗർ UDF കൺവെൻഷൻ ചെറുതുരുത്തി സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥികളെല്ലാവരും പ്രവർത്തകരോടൊപ്പം അവരവരുടെ വാർഡുകളിലെ നേതാക്കളോടൊപ്പം ഒരു റൗണ്ട് പൂർത്തിയായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പൂർത്തിയാകാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ജനവികാരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം, വിജയിക്കണം എന്ന് സാധാരണ അഭിപ്രായം പറയാത്ത വോട്ടർമാർ പോലും പറയുന്ന അവസ്ഥയാണിത്. അതാണ് ജനവികാരം. അങ്ങനെയുള്ളൊരു ജനവികാരമാണ് ഇന്നുള്ളത്. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം കണ്ടുവരുന്ന കാര്യമാണ്. നമ്മൾ ജയിക്കണം, അവർ തോൽക്കണം എന്നുള്ളത്. അത്രമാത്രം പിണറായി സർക്കാരിനെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ വരുന്ന 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ താഴെ ഇറക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിന് മുന്നോടിയായി മുമ്പ് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ജനാധിപത്യ മുന്നണി വലിയ ഒരു കുറ്റപത്രമാണ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളം എന്നും ഓർക്കണം. കേരളം മറന്നുപോകരുത്, ജനങ്ങൾ മറന്നുപോകരുത്. അവരെ ഓർമ്മപ്പെടുത്തണം. ഈ സർക്കാരിന്റെ ചെയ്തികൾ എന്താണെന്നുള്ളത് ജനങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ചുമതല. ചടങ്ങിൽ MA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി PM അമീർ, DCC ജനറൽ സെക്രട്ടറി TA രാധാകൃഷ്ണൻ, KA ജോസഫ് മാസ്റ്റർ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TK സൈദലവി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PA അബ്ദുൽ കരീം, RSP ജില്ലാ സെക്രട്ടറി VP പ്രസാദ്, CMB ജില്ലാ കമ്മിറ്റി അംഗം ദേവദാസ് മണ്ണഴി, VM ഖാദർ മോൻ, PA അബ്ദുൽ ജബ്ബാർ, KY അഫ്സൽ എന്നിവർ സംസാരിച്ചു. UDFന്റെ 18 സ്ഥാനാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി 201 അംഗ സമിതിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര GHSSൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തീ പിടിച്ചാലും അപകടം സംഭവിച്ചാലും അതിനെ എങ്ങനെ നേരിടണമെന്നും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ്. സ്റ്റേഷൻ ഓഫീസർ ഷാജി, FRO സന്തോഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. സിവിൽ ഡിഫൻസ് വിജയൻ, പ്രിൻസിപ്പൽ ശശികുമാർ എന്നിവർ പങ്കെടുത്തു. റെയിൽവേ സുരക്ഷയും യാത്രാ മുൻകരുതലിനെക്കുറിച്ചും ക്ലാസ് നടന്നു. റെയിൽവേ പോലീസ് പാലക്കാട് ASI കൃഷ്ണകുമാർ ക്ലാസ് എടുത്തു. S സുബൈദ, സതീഷ് കുമാർ, റെയിൽവേ ജാഗ്രതാ സമിതി KV വിജയൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാതാളത്തിലേക്ക് സ്വയം വീണുപോയ കോൺഗ്രസിനെ ഇനി ആരു വിചാരിച്ചാലും രക്ഷപ്പെടുത്താനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായ കാറ്റ് വീശി തുടങ്ങിയെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് LDF നേടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പാലക്കാട് നഗരസഭയിലെ BJP ഭരണം ഇത്തവണ അവസാനിക്കുമെന്നും പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ രക്ഷിക്കാനാണ് കോൺഗ്രസ് അക്ഷീണം ശ്രമിച്ചത്. അതിനിടയിൽ പരാതി കിട്ടിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചതോടെ പാതാളത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം MLAയ്ക്കൊപ്പം കോൺഗ്രസും വീണുപോയി. കോൺഗ്രസ് ഇപ്പോൾ ചതുർമുഖം ഉള്ളത് 6ഉം 7ഉമായി മാറി. അതിനെ നിയന്ത്രിക്കാൻ ആർക്കും ഇനി സാധിക്കില്ല. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായ കാറ്റ് വീശി തുടങ്ങി. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ LDF നേടും. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിച്ചാണ് LDF വോട്ട് തേടുന്നത്. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ നടക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കലും വെല്ലുവിളിയുമാണ്.
കളങ്കതയായ സ്ത്രീക്ക് പരാതി പറയാൻ മുഹൂർത്തം നോക്കണോ എന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ കൈകൾ ഇപ്പോൾ ദുർബലമാണെന്നും ഒരു കൈ വെൽഫെയർ പാർട്ടിയുടെ തോളിലും മറ്റേ കൈ കോൺഗ്രസിന്റെ തോളിലും ഇട്ട് നടക്കുകയാണ്. അടുത്ത വർഷം അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. കേരളത്തിന് നാണക്കേടായ BJP ഭരണമുണ്ടായത് പാലക്കാട് നഗരസഭയിലാണ്. ഇത്തവണ ഇത് അവസാനിക്കും. കേന്ദ്ര തൊഴിൽ നിയമങ്ങൾക്കെതിരെ കേന്ദ്രത്തിന്റെ നിലപാട് കേന്ദ്രമന്ത്രിയെ അറിയിക്കും. തെരഞ്ഞെടുപ്പ് ഫലം ഇടതു സർക്കാരിന്റെ വിലയിരുത്തലായി കണക്കാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് മുനിസിപ്പാലിറ്റി മുഖേന ഒരു കളങ്കമുണ്ടായ സ്ഥലമാണ് ഈ ജില്ല. ഇവിടെ BJP അധികാരം പിടിച്ചു പറ്റിയ സ്ഥലമാണ്. ഇത്തവണ BJPക്ക് ഇവിടെ തിരിച്ചടി ഉണ്ടാകും. BJP അവകാശവാദമൊക്കെ മുഴക്കിയാലും എല്ലാ അവകാശവാദങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇത്തവണ ജനങ്ങൾ BJPയെ കൈവിടും. പാലക്കാട്ട് BJPയുടെ പരാജയം കോൺഗ്രസിൻ്റെ വിജയമാകുമോ? ഈ ചോദ്യം ചോദിക്കപ്പെട്ടേക്കാം. ഞങ്ങളുടെ മറുപടി ഇല്ല എന്നാണ്. ആ പരാജയം LDFിൻ്റെ വിജയമാകും. ഇടതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും അർഹതപ്പെട്ട അവകാശപ്പെട്ട വിഹിതം കിട്ടണം. അത് കിട്ടുന്നില്ല. ഒരു ദുഃഖമുണ്ട്, ഒരു പരാതിയുണ്ട്, ഒരു അമർഷമുണ്ട്, ഒരു വിമർശനമുണ്ട്, ഒരു കേസുണ്ട്. അത് പറയാനുള്ള മുഹൂർത്തം ഏതാണെന്ന് മുഹൂർത്തം കോൺഗ്രസ് പാർട്ടി പറയുന്നത് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് വരുന്ന ഫസ്റ്റ് ആരോപണം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് വരുന്ന രണ്ടാമത്തെ ആരോപണം. ഈ സമയത്ത് എന്തുകൊണ്ട് സംശയിക്കുന്നതിൽ എന്താണ് കുറ്റം പറയാൻ? അല്ല, ഒരു സ്ത്രീ ഏത് സ്ത്രീയാകട്ടെ, ഒരു സ്ത്രീ ഇത്രയും ഗൗരവമേറിയ കാര്യത്തിൽ ഇത് പറഞ്ഞ കാര്യം ചെറിയ കാര്യമാണോ? ഒരാൾ പറയുന്നു നീ ഗർഭം ധരിക്കണമെന്ന്. ഒരാൾ ഗർഭം ധരിക്കലും ധരിക്കാതിരിക്കലും ഒരു പെണ്ണിൻ്റെ അവകാശമാണ്. നോ ആൺ, നോ മെയിൽ ഹാസ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ഹെർ റൈറ്റ്. അത് പെണ്ണിൻ്റെ അവകാശമാണ് ഗർഭം ധരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് അടിച്ചേൽപ്പിച്ചു. അതേ ആൾ തന്നെ പറയുന്നു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ആ ഗർഭം ലസിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ കളിപ്പാട്ടുമായി കാണുന്നവർ, കേവലമായ ഉപഭോഗ വസ്തുവായി കാണുന്നവർ. CPI സംസ്ഥാന സെക്രട്ടറി അംഗം KP സുരേഷ് രാജ്, ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ്, സെക്രട്ടറി ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പ്. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇത്തവണ 38,439 വോട്ടർമാർ. ഇതിൽ ഏറ്റവും കൂടുതൽ കണയം വെസ്റ്റ് 1-ാം വാർഡിൽ 1,457 വോട്ടർമാരും ഏറ്റവും കുറവ് പരുത്തിപ്ര ഈസ്റ്റ് 30-ാം വാർഡിൽ 872 വോട്ടർമാരുമാണ് ഉള്ളത്. ഷൊർണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പുരോഗമിച്ചു വരികയാണ്. ഇത്തവണ 35 വാർഡുകളായി ഉയർന്നപ്പോൾ ആകെ വോട്ടർമാർ 38,439 പേർ. ഇതിൽ കൂടുതലും സ്ത്രീ വോട്ടർമാരാണ്, 20,636 പേർ. പുരുഷ വോട്ടർമാർ 17,803 പേർ. ട്രാൻസ്ജെൻഡർ വോട്ടർമാരില്ല. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കണയം വെസ്റ്റ് 1-ാം വാർഡിലാണ്, 1,457 വോട്ടർമാർ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് പരുത്തിപ്ര ഈസ്റ്റ് 30-ാം വാർഡിൽ, ആകെ 872 വോട്ടർമാരാണുള്ളത്. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങളെല്ലാം ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. മുനിസിപ്പൽ പരിധിയിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസ് പറഞ്ഞു. 35 വാർഡുകളിലായി 35 ബൂത്തുകളാണ് സജ്ജീകരിക്കുക. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ബൂത്ത് ഒരുക്കുന്നുണ്ട്. ഇതിനു പുറമെ ഈ സ്കൂളിൽ തന്നെയാണ് സ്ട്രോങ് റൂം, വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം, വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവ നടക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ നഗരിപുരം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. നവംബർ 30-നാണ് യജ്ഞ സമാപനം. ബ്രഹ്മശ്രീ പയ്യന്നൂർ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് സമുദ്രത്തിന്റെ മധ്യത്തിലായി ദ്വാരക എന്ന മഹാനഗരത്തെ ഭഗവാൻ നിർമ്മിച്ച് യാദവന്മാരെ മുഴുവൻ ദ്വാരകയിലേക്ക് മാറ്റി ഭഗവാൻ
തൻ്റെ ദ്വാരകാലീലകൾക്ക് തുടക്കമിട്ടു. ഇവിടെ വച്ച് മുജുകുന്ദൻ എന്ന പരമഭക്തന്റെ നേത്രാഗ്നിയിൽ യവനൻ എന്ന രാജാവിനെ ഭസ്മമാക്കി മുജുകുന്ദന്റെ സ്തുതി കേട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഹിമാലയത്തിലേക്ക് തപസ്സനായിട്ട് മുജുകുന്ദനെ പറഞ്ഞയച്ചു. ഇടമനവാദ്യർ, ഈശ്വരൻ നമ്പൂതിരി, ലീല അന്തർജനം, ജി മഹാലക്ഷ്മി എന്നിവർ സഹാചാര്യന്മാരാണ്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. രാവിലെ വിഷ്ണു സഹസ്രനാമം, സമൂഹ പ്രാർത്ഥന, പൂതനാമോക്ഷം, ബാലലീല, കാളിയമർദ്ദനം, വേണുഗാനം, ഗോവർദ്ധനോദ്ധാരണം, രാസലീല, അക്രൂരൻ്റെ ഗോകുലയാത്ര, കംസവധം എന്നിവയുണ്ടായി. വൈകിട്ട് ക്ഷേത്രം രാധാമാധവം തിരുവാതിര സമിതിയുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച കുചേലാഖ്യാനവും, രാത്രി തിരുവാതിരക്കളി, ഞായറാഴ്ച കൽക്കി അവതാരം എന്നിവയുടെ എല്ലാ ദിവസവും അന്നദാനവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കാഞ്ഞിരപ്പാറ കിഴക്കേക്കര റോഡിൽ വഴിയോര ക്യാമറ സ്ഥാപിച്ചതോടെ മാലിന്യം തള്ളൽ പൂർണ്ണമായും നിലച്ചു. ആഴ്ചകൾക്ക് മുൻപാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചത്. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 4 ലക്ഷം രൂപ പിഴയെന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മലയോര പ്രദേശത്തു കൂടി പോകുന്ന ഗ്രാമീണ റോഡായതിനാൽ ആൾതാമസം കുറവാണ്. ഇത് മുതലെടുത്താണ് രാത്രിയുടെ മറവിൽ വ്യാപകമായി റോഡിനരികിൽ മാലിന്യം തള്ളിയിരുന്നത്. മാലിന്യങ്ങൾ ലോഡ് കണക്കെ തള്ളുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടിലായിരുന്നു. മാലിന്യങ്ങൾ കാക്കകൾ കൊത്തി സമീപ കിണറുകളിൽ ഇടുന്നതും ജലം മലിനമാകുന്നതും പതിവായി. ജനങ്ങൾ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്നാണ് ഭരണസമിതി യോഗത്തിൽ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനമായത്. ക്യാമറ സ്ഥാപിച്ചതോടെ പുതുതായി ഒറ്റ മാലിന്യം പോലും ഇവിടെ തള്ളിയിട്ടിട്ടില്ല. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 4 ലക്ഷം രൂപയാണ് പിഴ ഈടാക്കുക. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അധികാരികൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ കുറിച്ച് പറയാൻ താൻ പ്രവാചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മറ്റ് പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പിടിക്കപ്പെട്ടവരെയും ജയിലിൽ കഴിയുന്ന CPIM നേതാക്കളെയും പാർട്ടിയെയും സർക്കാരും സംരക്ഷിക്കുകയാണെന്നും സണ്ണി ജോസഫ്. സംസ്ഥാന ടൂറിസം വകുപ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ പുലിക്കളിക്ക് ധനസഹായം നൽകാൻ വൈകുന്നത് ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയെന്ന് കേന്ദ്രമന്ത്രി. മാധ്യമങ്ങൾ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തുന്നതെന്നും അത് പഠിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഭയമെന്നും കേന്ദ്രമന്ത്രി. കുങ്കിയാനകൾ മടങ്ങിയതോടെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. കഴിഞ്ഞ ദിവസം ഇരുമ്പുപാലം ഫോറസ്റ്റ് ഓഫീസിനു സമീപമാണ് ഒറ്റയാൻ ഇറങ്ങിയത്. മൃഗശല്യം മൂലം നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായി മൃഗങ്ങളുടെ കഴുത്തിൽ റിഫ്ലക്ടർ കോളർ ഘടിപ്പിക്കുമെന്ന് JCI. വർക്ക്ഷോപ്പിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ദേശമംഗലം മേലെ തലശ്ശേരി സ്വദേശി അത്താണിക്കൽ മുഹമ്മദ് ഫാരിസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.